ഹലോ കുഞ്ഞു കൂട്ടുകാരെ, ഇന്ന് നമുക്ക് 6th സ്റ്റാൻഡേർഡിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് എടുക്കാം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഫസ്റ്റ് യൂണിറ്റാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. റെയിൻ ഓഫ് ലവ്. റെയിൻ എന്ന് പറഞ്ഞാൽ മഴ, ലവ് എന്ന് പറഞ്ഞാൽ സ്നേഹം. റെയിൻ ഓഫ് ലവ്. ഈ കഥ എഴുതിയിരിക്കുന്നത് കേശവൻ ശങ്കർ പിള്ളൈ. അപ്പോൾ കുഞ്ഞു കുട്ടികളെ, നമുക്ക് കഥയിലോട്ട് കടക്കാം. ഫാമിലി ട്രീ. കുടുംബവൃക്ഷം. ഫാമിലി ട്രീ. ഹൗ മെനി മെമ്പേഴ്സ് ആർ ദെയർ ഇൻ യുവർ ഫാമിലി? നിങ്ങളുടെ കുടുംബത്തിൽ എത്ര ആൾക്കാരുണ്ട്? ഹൂ ആർ ദേ? അവരാരൊക്കെയാണ്? ഹിയർ ഈസ് എ ഫാമിലി ട്രീ. ഇവിടെ ഒരു കുടുംബവൃക്ഷമുണ്ട്. കളക്ട് ഡീറ്റെയിൽസ് ഓഫ് യുവർ പേരൻസ്. നിങ്ങളുടെ രക്ഷകർത്താക്കളുടെ ഡീറ്റെയിൽസ് കളക്ട് ആക്കൂ, വിവരങ്ങൾ കളക്ട് ആക്കൂ. മുത്തശ്ശനും മുത്തശ്ശിയുടെയും ഗ്രേറ്റ് ഗ്രാൻഡ് പേരൻസ്, വലിയ മുത്തശ്ശനും മുത്തശ്ശിയുടെയും എല്ലാ വിവരങ്ങളും കളക്ട് ആക്കി വയ്ക്കുക. റൈറ്റ് ദെയർ നെയിംസ് ആൻഡ് കംപ്ലീറ്റ് ദി ഫാമിലി ട്രീ. അവരുടെ പൂർണ്ണ വിവരങ്ങൾ ഈ മരത്തിൽ എഴുതി, ഒരു മരം കാണുന്നുണ്ടല്ലോ അല്ലേ, ഈ മരത്തിൽ എഴുതി പൂരിപ്പിക്കുക. ഓക്കെ, ഐ എന്ന് പറഞ്ഞെടുത്ത് ആരാണോ എഴുതുന്നത് ആ കുട്ടിയുടെ പേര്. മൈ ഫാദർ, അച്ഛൻ്റെ. മൈ മദർ, അമ്മയുടെ. പിന്നെ ഗ്രാൻഡ് ഫാദർ, അച്ഛൻ്റെ പേര്. ഗ്രാൻഡ് മദർ, അച്ഛൻ്റെ അമ്മയുടെ പേര്. ഓക്കെ, പിന്നെ ഗ്രാൻഡ് ഫാദർ, ഇത് അമ്മയുടെ അച്ഛൻ്റെ പേര്. ഇത് ഗ്രാൻഡ് മദർ, അമ്മയുടെ പേര്. അങ്ങനെ എല്ലാവരുടെയും നോക്കി കറക്റ്റായിട്ട് ഫില്ലപ്പ് ആക്കണം. ഓക്കെ. ലൈഫ് വിത്ത് ഗ്രാൻഡ് ഫാദർ. മുത്തശ്ശൻ്റെ കൂടെയുള്ള ജീവിതം. ലൈഫ്, ജീവിതം. ഗ്രാൻഡ് ഫാദർ, മുത്തശ്ശൻ്റെ കൂടെയുള്ള ജീവിതം. ദിസ് ഈസ് രാജാസ് ഫാമിലി. ഇത് രാജ എന്ന് പറയുന്ന കുട്ടിയുടെ കുടുംബമാണ്. ക്യാൻ യു ഗസ് ഹൂ ദി മെമ്പേഴ്സ് ഓഫ് ഹിസ് ഫാമിലി ആർ? നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമോ? ഊഹിക്കാൻ പറ്റുമോ? രാജയുടെ കുടുംബത്തിലെ ആൾക്കാർ ആരൊക്കെയാണ്? ഹൂ ഡസ് രാജ ലൈക്ക് the best in his family? Who does Raja like the best in his family? രാജ ആരെയാണ് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ഈ കുടുംബത്തിൽ? റീഡ് ദി സ്റ്റോറി. കഥ വായിക്കുക. ആൻഡ് ഫൈൻഡ് ഔട്ട് ദി ആൻസർ ഓഫ് ദീസ് ക്വസ്റ്റ്യൻ. ഈ കഥ വായിച്ചിട്ട് ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടുപിടിക്കുക. ഇതോ മൈ ഹോം, എൻ്റെ വീട്. ഇവിടെ രാജ എന്ന് പറയുന്ന കുട്ടി അവൻ സ്വയം കഥ പറയുന്ന രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. നമുക്ക് വായിക്കാം. മൈ ഹോം, എൻ്റെ വീട്. എവ്രിബഡി കോൾഡ് മീ രാജ. എല്ലാവരും എന്നെ രാജ എന്ന് വിളിക്കുമായിരുന്നു. ഇറ്റ് ഈസ് നോട്ട് മൈ റിയൽ നെയിം. ഇതെൻ്റെ യഥാർത്ഥ പേരല്ല. ബട്ട് ഐ ലൈക്ക്ഡ് ബീയിങ് കോൾഡ് രാജ. പക്ഷേ രാജ എന്ന് വിളിക്കുന്നത് ഞാൻ ആസ്വദിച്ചിരുന്നു. ഐ ലിവ്ഡ് വിത്ത് മൈ ഗ്രാൻഡ് ഫാദർ ആൻഡ് ഗ്രാൻഡ് മദർ. ഞാൻ എൻ്റെ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും കൂടെയാണ് ജീവിക്കുന്നത്. ദേ ആർ മൈ ഗാർഡിയൻസ്. അവരാണ് എന്നെ സംരക്ഷിച്ചു പോന്നിരുന്നത്. മൈ മദർ ഡൈഡ് വെൻ ഐ വാസ് യങ്. മൈ മദർ ഡൈഡ് വെൻ ഐ വാസ് യങ്. എൻ്റെ ചെറുപ്പത്തിൽ തന്നെ എൻ്റെ അമ്മ മരിച്ചുപോയി. മൈ ഫാദർ ലെഫ്റ്റ് മീ വിത്ത് മൈ ഗ്രാൻഡ് പേരൻസ് ഹൂ ബ്രോട്ട് മീ അപ്പ്. എൻ്റെ അച്ഛൻ എൻ്റെ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും കൂടെ വിട്ടിട്ട് പോയി. ഹൂ ബ്രോട്ട് മീ അപ്പ്. അവരാണ് എന്നെ വളർത്തിയത്. വി ലിവ്ഡ് ഇൻ എ ലാർജ് ഹൗസ്.
ഞങ്ങൾ ഒരു വലിയ വീട്ടിലാണ് താമസിച്ചിരുന്നത്. വി ലിവ്ഡ് ഇൻ എ ലാർജ് ഹൗസ്. വലിയ വേർ എ സ്മോൾ ഫാമിലി. ബട്ട് വി വേർ എ സ്മോൾ ഫാമിലി. പക്ഷേ ഞങ്ങൾ ഒരു ചെറിയ കുടുംബമായിരുന്നു. There were grandfather, grandmother, uncle and I. അവിടെ മുത്തശ്ശനും മുത്തശ്ശിയും പിന്നെ മാമനും പിന്നെ ഞാനുമായിരുന്നു ആ വലിയ വീട്ടിൽ താമസിച്ചിരുന്നത്. We had many relatives. ഞങ്ങൾക്ക് ഒരുപാട് ബന്ധുക്കൾ. റിലേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ ബന്ധുക്കൾ. ഞങ്ങൾക്ക് ഒരുപാട് ബന്ധുക്കളുണ്ടായിരുന്നു. ബട്ട് ദേ ലിവ്ഡ് ഇൻ ദെയർ ഓൺ ഹൗസസ്. പക്ഷേ അവരൊക്കെ ജീവിച്ചത് അവരുടെ വീടുകളിലായിരുന്നു. Grandfather was a tall, strong man. മുത്തശ്ശൻ നല്ല നീളമുള്ള നല്ല ആരോഗ്യമുള്ള ഒരു മനുഷ്യനായിരുന്നു. He always spoke in a loud voice. അദ്ദേഹം എപ്പോഴും ഉറക്കെയാണ് സംസാരിച്ചിരുന്നത്. ലൗഡ് വോയിസ്, ഉറക്കെയുള്ള സംസാരം. He knew everyone in the village. അദ്ദേഹത്തിന് ഈ ഗ്രാമത്തിലുള്ള എല്ലാവരെയും അറിയാമായിരുന്നു. വില്ലേജ്, ഗ്രാമം. People respected him. ആളുകൾ അദ്ദേഹത്തെ ബഹുമാനിച്ചിരുന്നു. They came to him for advice and help. ആ ഗ്രാമത്തിലുള്ള ആൾക്കാർ അഡ്വൈസ് എന്ന് പറഞ്ഞാൽ ഉപദേശം തേടാൻ. അഡ്വൈസ്, ഉപദേശം. ആൻഡ് ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ they came to him for advice and help. അഡ്വൈസ് എന്ന് പറഞ്ഞാൽ ഉപദേശം തേടാൻ. ഉപദേശത്തിനും സഹായത്തിനുമായി ആ ഗ്രാമത്തിലുള്ള ആൾക്കാർ എൻ്റെ മുത്തശ്ശൻ്റെ അടുത്ത് വരുമായിരുന്നു. Grandmother was kind and gentle. എൻ്റെ മുത്തശ്ശി ഒരു സൗമ്യ സ്വഭാവവും പിന്നെ ദയാലുവും ആയിരുന്നു. ജെൻറ്റൽ, സൗമ്യ സ്വഭാവമുള്ളവരെ ജെൻറ്റൽ എന്ന് പറയും. കൈൻഡ്, നല്ല ദയ. കൈൻഡ്. ഷീ ടുക്ക് ഗുഡ് കെയർ ഓഫ് മീ. മുത്തശ്ശി എന്നെ നല്ലതുപോലെ നോക്കുമായിരുന്നു. ഷീ വുഡ് ഫോളോ മീ ലൈക്ക് എ ഷാഡോ. അവരെന്നെ എപ്പോഴും നിഴലുപോലെ എൻ്റെ പുറകിലുണ്ടായിരുന്നു. സേയിങ്, എന്താണ് പറയുന്നത് എപ്പോഴും? ഷീ വുഡ് ഫോളോ മീ ലൈക്ക് എ ഷാഡോ. എൻ്റെ മുത്തശ്ശി എപ്പോഴും എൻ്റെ പുറകിൽ ഒരു നിഴൽ പോലെ കാണുമായിരുന്നു. ഷാഡോ എന്ന് പറഞ്ഞാൽ നിഴൽ. സേയിങ്, ഡ്രിങ്ക് ദിസ് മിൽക്ക് ഓർ ഈറ്റ് യുവർ ഫുഡ് ഓർ ഹാവ് യുവർ. എൻ്റെ മുത്തശ്ശി എപ്പോഴും എൻ്റെ പുറകിലുണ്ടായിരുന്നു. എപ്പോഴും എന്തൊക്കെയാണ് പറയുന്നത്? ഡ്രിങ്ക് ദിസ് മിൽക്ക്, പാൽ കുടിക്കൂ. ഡ്രിങ്ക് ദിസ് മിൽക്ക്, പാൽ കുടിക്കുമോനെ. ഈറ്റ് യുവർ ഫുഡ്, ആഹാരം കഴിക്കൂ. ബാത്ത്, പോയി കുളിക്കൂ രാജാ. ഗോ ടു ബെഡ്, പോയി കിടന്നുറങ്ങൂ രാജാ. അങ്ങനെ എപ്പോഴും ഓരോ കാര്യങ്ങൾ പറഞ്ഞ് സ്നേഹത്തോടെ മുത്തശ്ശി രാജായുടെ പുറകിൽ ഒരു നിഴൽ പോലെ എപ്പോഴും ഉണ്ടായിരുന്നു. ഐ ഡിഡ് നോട്ട് ലൈക്ക് ദിസ്. പക്ഷേ എനിക്കിത് ഇഷ്ടമല്ലായിരുന്നു. ബട്ട് സ്റ്റിൽ ഐ ലവ്ഡ് ഹർ വെരി മച്ച്. പക്ഷേ എന്നാലും ഞാൻ അവരെ ഒരുപാട് സ്നേഹിച്ചു. മൈ അങ്കിൾ വാസ് യങ് ആൻഡ് വെരി ക്ലെവർ. എൻ്റെ മാമൻ ചെറുപ്പക്കാരനും നല്ല ബുദ്ധിമാനായ ഒരാളായിരുന്നു. ക്ലെവർ, ബുദ്ധിമാൻ. യങ്, ചെറുപ്പക്കാരൻ.
He helped grandfather in looking after his field and gardens. എൻ്റെ അമ്മാവൻ മുത്തശ്ശനെ സഹായിക്കുമായിരുന്നു വയലുകളും നോക്കാൻ പിന്നെ പൂന്തോട്ടങ്ങളും നോക്കാൻ. ഫീൽഡ് എന്ന് പറഞ്ഞാൽ വയലുകൾ, കൃഷിസ്ഥലം. ഗാർഡൻ എന്ന് പറഞ്ഞാൽ പൂന്തോട്ടം. വെരി മച്ച്. പീപ്പിൾ ലൈക്ക്ഡ് ഹിം. ഗ്രാമത്തിലുള്ള ആൾക്കാർ അമ്മാവനെ ഇഷ്ടപ്പെട്ടിരുന്നു. ഗ്രാമത്തിലുള്ള ആൾക്കാർ അമ്മാവനെ ഇഷ്ടപ്പെട്ടിരുന്നു. ഐ ടു ലൈക്ക്ഡ് ഹിം വെരി മച്ച്. ഞാനും എൻ്റെ അമ്മാവനെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു. Whenever I was in trouble. Uncle would പറഞ്ഞാൽ ഞാൻ എപ്പോഴൊക്കെ കുഴപ്പത്തിൽ പോയി ചാടിയിട്ടുണ്ടോ എൻ്റെ അമ്മാവൻ വന്ന് എന്നെ രക്ഷിച്ചിട്ടുണ്ട്. At home I did not have any friends to play with. വീട്ടിൽ എനിക്ക് കളിക്കാൻ കൂട്ടുകാർ ആരുമില്ലായിരുന്നു. Grandfather did not like my going out to play with other children. Grandfather did not like. എൻ്റെ മുത്തശ്ശന് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. ഞാൻ പുറത്തുപോയി കളിക്കുന്നത് എൻ്റെ മുത്തശ്ശന് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. ഗോയിങ് ഔട്ട് പുറത്തു പോകുക, പ്ലേ കളിക്കുക. ഓക്കെ. He believed that I would be spoiled if I do so. ഞാൻ പുറത്തു പോയി കളിച്ചാൽ ഞാൻ ചീത്തക്കുട്ടിയായി പോവും എന്ന് എൻ്റെ മുത്തശ്ശൻ വിശ്വസിച്ചു. പറഞ്ഞാൽ രാജായുടെ മുത്തശ്ശന് രാജ വെളിയിൽ പുറത്തുപോയി കളിക്കുന്നത്, മറ്റു കുട്ടികളുടെ കൂടെ പുറത്തുപോയി കളിക്കുന്നത് ഇഷ്ടമല്ലായിരുന്നു. Other children did not like to come to our house because they were afraid of grandfather. മുത്തശ്ശനെ ഭയന്നതിനാൽ മറ്റു കുട്ടികൾ ഞങ്ങളുടെ വീട്ടിൽ വരുന്നത് അവർ ഇഷ്ടപ്പെട്ടില്ല. Yet life with grandfather was not dull. എന്നിട്ടും മുത്തശ്ശനുമായിട്ടുള്ള ജീവിതം മങ്ങിയതായിരുന്നില്ല. I liked my home. ഞാൻ എൻ്റെ വീടിനെ ഇഷ്ടപ്പെട്ടിരുന്നു. I liked my home and the very large garden around it. എൻ്റെ വീടും അതിനു ചുറ്റുമുള്ള വലിയ പൂന്തോട്ടവും ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നു. There were many trees in the garden. Coconut tree, mango tree and other kind of trees. There were many trees in the garden. ആ പൂന്തോട്ടത്തിൽ ഇഷ്ടംപോലെ മരങ്ങളുണ്ടായിരുന്നു. കോക്കോനട്ട് ട്രീ, തെങ്ങിൻ്റെ മരം, മാംഗോ ട്രീ, മാവിൻ്റെ മരം ആൻഡ് അതർ കൈൻഡ് ഓഫ് ട്രീസ്, പിന്നെ പലതരത്തിലുള്ള മരങ്ങളും ഉണ്ടായിരുന്നു. There were birds. അവിടെ പക്ഷികളും ഉണ്ടായിരുന്നു. Butterflies and honeybees. പൂമ്പാറ്റകളും ചിത്രശലഭങ്ങളും പിന്നെ തേനീച്ചകളും. ഹണിബീസ്, തേനീച്ചകൾ. There were many tanks with plenty of fish in them. അവിടെ ധാരാളം ടാങ്ക്സ് ഉണ്ടായിരുന്നു. With plenty of fish in them. അതിനകത്ത് ഒരുപാട് മത്സ്യങ്ങൾ ഉണ്ടായിരുന്നു. Kingfisher, stork and other birds, water birds. പൊന്മാൻ, കൊക്ക്, ജലപക്ഷികൾ,
ഇവയെല്ലാം മീനുകളെ കഴിക്കാനായിട്ട് ഞങ്ങളുടെ പൂന്തോട്ടത്തിൽ വരുമായിരുന്നു. ഇൻ എ കോർണർ ഓഫ് ദി കോമ്പൗണ്ട് വാസ് എ ഗ്രൂവ്. ആ പുരയിടത്തിൻ്റെ ഒരു കോണിൽ ഒരു ചെറിയ വനമുണ്ടായിരുന്നു. പുരയിടം, ഗ്രൂവ് എന്ന് പറഞ്ഞാൽ ചെറിയ വനം. ഇൻ എ കോർണർ ഓഫ് ദി കോമ്പൗണ്ട് വാസ് എ ഗ്രൂവ്. ആ പുരയിടത്തിൻ്റെ ഒരു കോണിൽ ഒരു ചെറിയ വനമുണ്ടായിരുന്നു. വേർ ട്രീസ്, ഷ്രബ്സ് ആൻഡ് ക്രീപ്പേഴ്സ് ഗ്രീവ് വൈൽഡ്. അവിടെ പലതരത്തിലുള്ള മരങ്ങളും കുറ്റിച്ചെടികളും എല്ലാം ഒരുപാടുണ്ടായിരുന്നു. ജാക്കൽസ്, മൺഗൂസ്, വൈൽഡ് കാറ്റ് ആൻഡ് ഔൾസ് ലിവ്ഡ് ഇൻ ദി ഗ്രൂവ്സ്. അവിടെ ആ ചെറുവനത്തിൽ കീരി, കുറുക്കൻ, കാട്ടുപൂച്ചകളും മൂങ്ങകളും ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. ആ ചെറുവനത്തിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? കുറുക്കൻ, ജാക്കൽ എന്ന് പറഞ്ഞാൽ കുറുക്കൻ, മൺഗൂസ് കീരി, വൈൽഡ് കാറ്റ് എന്ന് പറഞ്ഞാൽ കാട്ടുപൂച്ച, ഔൾ മൂങ്ങ, ഇവരൊക്കെ ആ ചെറുവനത്തിൽ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. അവിടെ ആയിരുന്നു അവരുടെ താമസം. വി ഹാഡ് മെനി കൗസ്, ബുൾസ്. വി ഹാഡ് മെനി കൗസ്. ഞങ്ങൾക്ക് ഒരുപാട് പശുക്കളുണ്ടായിരുന്നു. ബുൾസ് ആൻഡ് ബുള്ളോക്സ്. പശുക്കളും കാളകളും എല്ലാം ഉണ്ടായിരുന്നു. ലിറ്റിൽ കാൽസ് പ്ലേഡ് ആൻഡ് റൺ എബൌട്ട് ഇൻ അവർ ഗാർഡൻ. ചെറിയ പശുക്കുട്ടി, ലിറ്റിൽ കാൽസ് എന്ന് പറയാം ചെറിയ പശുക്കുട്ടി. പ്ലേഡ് ആൻഡ് റൺ എബൌട്ട് ഇൻ അവർ ഗാർഡൻ. അത് ഓടി നടന്ന് ഞങ്ങളുടെ പൂന്തോട്ടത്തിൽ കളിക്കുമായിരുന്നു. ടു പ്ലേ വിത്ത് ദി കാൽസ്. എനിക്ക് കിടാവിൻ്റെ കൂടെ കളിക്കാൻ വളരെ ഇഷ്ടമായിരുന്നു. ഐ ലൈക്ഡ് ടു വാച്ച് ദി ബേർഡ്സ് ഇൻ ദി ഗാർഡൻ. പൂന്തോട്ടത്തിൽ വന്നിരുന്ന പക്ഷികളെ കാണാൻ ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നു. I looked for jackals coming out of the grooves. I looked for jackals coming out of the groove. കുറുക്കന്മാർ ചെറിയ വനത്തിൽ നിന്ന് വെളിയിലോട്ട് വരുന്നത് ഞാൻ നോക്കി ഇരിക്കുമായിരുന്നു. I ran after mongoose and caught butterflies and reptiles. ഞാൻ കീരിയുടെ പിന്നാലെ ഓടുമായിരുന്നു. ഞാൻ ചിത്രശലഭങ്ങളെയും ഉരഗങ്ങളെയും പിടിക്കുമായിരുന്നു. മൺഗൂസ്, കീരി. ഐ കോട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ പിടിക്കുമായിരുന്നു. അപ്പോൾ കൂട്ടുകാരെ, ഈ 2 പേജ് വായിച്ചതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലായത്? രാജ എന്ന് പറയുന്ന കുട്ടിക്ക് അമ്മയും അച്ഛനുമില്ല. അമ്മ മരിച്ചുപോയി, അച്ഛൻ വിട്ടിട്ട് പോയി. അച്ഛൻ ആരുടെ കൂടെയാണ് വിട്ടിട്ട് പോയത്? മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെ കൂടെ രാജാവിനെ വിട്ടിട്ട് പോയി. രാജായുടെ വീട് വലിയ ഒരു തറവാടായിരുന്നു. ആ തറവാട്ടിൽ പക്ഷേ രാജായുടെ മുത്തശ്ശനും മുത്തശ്ശിയും പിന്നെ ഒരമ്മാവനും രാജ എന്ന കുട്ടി മാത്രമേ രാജായുടെ മറ്റ് ബന്ധുക്കളൊക്കെ അവരവരുടെ വീട്ടുകളിൽ താമസിക്കുമായിരുന്നു. രാജ എന്ന് പറയുന്ന കുട്ടിയുടെ മുത്തശ്ശൻ അവിടുത്തെ ഒരു പ്രമാണിയായിരുന്നു, അല്ലേ? നല്ല നീളമുള്ള, നല്ല ആരോഗ്യമുള്ള ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തെ എല്ലാവരും ആ ഗ്രാമത്തിൽ ബഹുമാനിച്ചിരുന്നു. ആ ഗ്രാമത്തിലുള്ള ആൾക്കാർ രാജായുടെ മുത്തശ്ശനെ ബഹുമാനിച്ചിരുന്നു, മുത്തശ്ശിയെയും. പിന്നെ രാജായുടെ അമ്മാവനെയും അവിടുത്തെ ഗ്രാമത്തിലെ ആൾക്കാരെല്ലാം അദ്ദേഹത്തെയും ബഹുമാനിച്ചിരുന്നു. രാജായുടെ മുത്തശ്ശി
രാജാവിനെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. പാല് കുടിക്കും മോനെ, ആഹാരം കഴിക്കും മോനെ, കുളിക്കും മോനെ, പോയി കിടന്നുറങ്ങും മോനെ എന്ന് പറഞ്ഞ് രാജായുടെ പുറകിൽ എപ്പോഴും ഓടി നടക്കുമായിരുന്നു. രാജായുടെ മുത്തശ്ശനും രാജായുടെ അമ്മാവനും കൂടെ അവരുടെ കൃഷിസ്ഥലം നോക്കി നടക്കുമായിരുന്നു. രാജ എന്ന് പറയുന്ന കുട്ടിക്ക് ഒരു കൂട്ടുകാരും ആ ഗ്രാമത്തിലില്ലായിരുന്നു. അതെന്താ? രാജായുടെ മുത്തശ്ശൻ രാജാവിനെ വെളിയിലോട്ട് ഇറക്കി വിടത്തില്ലായിരുന്നു. അവന് വേറെ കൂട്ടുകാരും ഇല്ലായിരുന്നു. രാജായുടെ വീട്ടിലും ഒരു കൂട്ടുകാർ ഇല്ലായിരുന്നു. രാജ ആ പൂന്തോട്ടത്തിലും പക്ഷികളും പിന്നെ കിടാവിൻ്റെ കൂടെയും പക്ഷിയുടെ കൂടെയും എല്ലാം കളിക്കുമായിരുന്നു. രാജായുടെ വീടിൻ്റെ അടുത്ത് വലിയ ഒരു പൂന്തോട്ടമുണ്ടായിരുന്നു. ആ പൂന്തോട്ടത്തിൽ പലതരത്തിലുള്ള മരങ്ങളുണ്ടായിരുന്നു. മാങ്ങയുടെ മരം, തെങ്ങിൻ്റെ മരം, പിന്നെ പലതരത്തിലുള്ള വേറെ മരങ്ങളും ഉണ്ടായിരുന്നു. ഒരുപാട് കിളികളും പക്ഷികളും ചിത്രശലഭങ്ങളും എല്ലാം അവിടെ ഉണ്ടായിരുന്നു. അവിടെ ഒരു വലിയ ടാങ്ക് ഉണ്ടായിരുന്നു. അതിനകത്ത് ഒരുപാട് മീനുകളുണ്ടായിരുന്നു. ആ മീനിനെ കൊത്തി തിന്നാനായിട്ട് കൊക്കും. അവിടെ ഒരു ചെറിയ വനമുണ്ടായിരുന്നു. ആ പൂന്തോട്ടത്തിൽ ഒരു ചെറിയ വനമുണ്ടായിരുന്നു. അവിടെ നരിയും പിന്നെ കാട്ടുപൂച്ചയും എല്ലാം ഉണ്ടായിരുന്നു അല്ലേ? അങ്ങനെ ഈ 2 പേജ് കുട്ടികൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത് ഫസ്റ്റ് പാർട്ടാണ്. അടുത്ത പാർട്ട്, സെക്കൻഡ് പാർട്ട് മാഡം അടുത്ത പാർട്ടിൽ വായിക്കാം. ഓക്കെ.